സിപിഎമ്മിന് വിഭാഗീയത കുറെ കാലങ്ങളായിട്ട് പല ഭാഗത്തും പല പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? ആ വിഭാഗീയത നമ്മുടെ പാർട്ടിക്ക് ഗുണകരമാകുന്ന രീതിയിൽ ആ വാർഡിലെ ജനസംഖ്യയുള്ള ആളുകളെ മത്സരിപ്പിച്ച് ആ സീറ്റ് നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. മറിച്ച് മുസ്ലിം ലീഗായിട്ട് ഒരു ഉഭയകക്ഷി ചർച്ചയോ കേരള കോൺഗ്രസുമായി ചർച്ച നടത്താതെ സിപിഎമ്മിന്റെ വിഭാഗീയ നേതാക്കന്മാരെ വിളിച്ച് കോൺഗ്രസ് കൈയടയാളത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ച സീറ്റുകൾ കൊടുത്തു. നമ്മൾ പറയാ പണ്ടത്തെ പേയ്മെന്റ് സീറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ കഴിഞ്ഞ മുൻ ലോക്കൽ സെക്രട്ടറിക്കാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രിയ ടീച്ചർ ജയിച്ച സീറ്റ് മുൻ ലോക്കൽ സെക്രട്ടറി അരുൺ ഒരിക്കൽ കൊടുത്തു. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷമായി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ദുർഭരണത്തിന് നേതൃത്വം വഹിച്ച പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആയ നമ്മുടെ CM സിദ്ദീഖ് NCP ആയിരുന്നു. അദ്ദേഹത്തിന് CM സിദ്ദീഖ് അല്ല, ചേപ്പോള സിദ്ദീഖ് നെല്ലിക്കുന്ന് വാർഡ് കൊടുത്തു. ഇനി ആരെയൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഏതൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. ഇവര് വാർഡ് കമ്മിറ്റിയൊക്കെ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷെ അവർ പ്രവർത്തനം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിഭാഗീയതയുള്ള ആളുകളൊക്കെ ഉൾപ്പെടുത്തി UDF സീറ്റുകൾ വിറ്റ് കഴിഞ്ഞു. ഇപ്പൊ ലീഗായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യം എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോ വാർഡിൽ മത്സരിക്കാൻ ഓരോ വാർഡിൽ നമ്മൾ ഇതിലിപ്പോ പ്രതികരിക്കാൻ നമ്മൾ പാലക്കാട് DCCയിലൊക്കെ പോയി പരാതി വായിച്ചിരുന്ന കാര്യം ഞാനൊന്നും മണ്ഡലം സ്റ്റാഫ് DCC പ്രസിഡന്റൊക്കെ ഫോൺ വിളിക്കാറുണ്ട്. DCC പ്രസിഡന്റ് ഇവിടുത്തെ പോക്ക് ശരിയല്ല, നമുക്ക് ഭരണം കിട്ടാനുള്ള സാഹചര്യമുണ്ട്, നമ്മുടെ യോഗങ്ങളുടെ പ്രധാന പ്രവർത്തകരെ വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കാണാൻ ഈ പൊറ്റശ്ശേരി സർവീസ് സഹകരണ കേന്ദ്രീകരിച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രം. നിങ്ങളിപ്പോ നിലവിൽ പോകാൻ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചാൽ പറയാം. ഒന്ന് പൊറ്റശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ്, പിന്നെ തച്ചമ്പാറ ഹൗസിംഗ് സൊസൈറ്റിയുടെ ഡയറക്ടറും പൊറ്റശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടറുമായ ഒരു വനിത. അത് വീണ്ടും അവർക്ക് എന്താ അവസരം കൊടുക്കും? ജില്ലാ പഞ്ചായത്ത് കൊടുത്തു. അതുപോലെ തന്നെ പാൽ സൊസൈറ്റി മുതൽ ജില്ലാ പഞ്ചായത്ത് വരെ ഒറ്റ പേരുള്ളൂ. പേര് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. പിന്നെ തൊട്ടടുത്ത സീറ്റ് മത്സരിക്കുന്നത് ഈ സഹകരണ ബാങ്കിലെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. സഹകരണ സ്ഥാപനങ്ങളുടെ വീടുകളുടെ പെൻഷൻ കൊടുക്കുന്ന പൊറ്റശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലെ കുറെ ആളുകളുണ്ട്. അവരുടെ സ്ഥാനാർത്ഥി ഇപ്പോ പഴയ മൂന്നാം വാർഡാണെങ്കിൽ അവിടെ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ, 4ാം വാർഡ് അതിപ്പോ 4ാം വാർഡ് പൊറ്റശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരാണ് അവിടെ സ്ഥാനം. തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പെൻഷൻ കൊടുക്കുന്ന വേറെ സ്ഥാനാർത്ഥി. അല്ലാതെ ഈ സഹകരണ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലാത്ത ഒരു ജനകീയ പ്രവർത്തനം അവിടെ നടക്കണില്ല. കേരളത്തിലെ സംസ്ഥാനത്തിന്റെ ഭരണമോ കേന്ദ്രത്തിന്റെ ഭരണമോ അതൊന്നും അല്ല അവിടെ ചർച്ച. ഈ പൊറ്റശ്ശേരി സർവീസ് സഹകരണ ബാങ്കും മറ്റു 2-3 സഹകരണ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനം, അതോ നിയമനം നടത്തുമ്പോൾ വിധിക്കുക, അത് കാര്യങ്ങളൊക്കെയാണ് അവിടെ ചർച്ച നടക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് ദുർഭരണത്തിൽ അതിശക്തമായ ജനങ്ങളുടെ വികാരമുണ്ട്. അത് മുതലെടുക്കാൻ കഴിയുന്ന നേതൃത്വമില്ലാത്ത പേരിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾക്ക് രാജിവെക്കാം. ഇനിയിപ്പോ നാളെ മറ്റന്നാളെ പുറത്താക്കേണ്ട വെച്ചിട്ട് അതിന് മുമ്പേ രാജിവെച്ചു എന്ന് മാത്രം. ശരി.